ഞങ്ങൾ പൂവൊക്കെ പറിച്ചു ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഗൈസ്. ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ജർമ്മനിയിൽ സമ്മർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫ്ലവർ ഫീൽഡ്സ് ധാരാളം കാണാൻ കിട്ടും കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഫ്ലവർ ഫീൽഡ് ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഫ്ലവർ ഫീൽഡിന് ജർമ്മനിയിൽ പറയുന്നതാണ് ബ്ലൂമെൻ സെൽബ്സ്റ്റ് ഷ്നൈഡൻ. ഓക്കെ, ഞാൻ ചിലപ്പം പറയുന്ന പ്രൊനൗൺസിയേഷൻ ശരിയല്ലായിരിക്കും. ബേസിക്കലി ഇതിനർത്ഥമാണ് കട്ട് ഫ്ലവേഴ്സ് യുവർ സെൽഫ്. ഇവിടെ എൻട്രൻസിൽ തന്നെ ഒരു ബോക്സും കുറേ നൈഫുകളും വെച്ചിട്ടുണ്ട്. അതേ കൂട്ട് ഓരോ പൂവിൻ്റെ പ്രൈസ് ലിസ്റ്റും അവിടെ ക്ലിയർലി എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ നൈഫ് എടുത്തിട്ട് വേണം ഓരോ പൂവും കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. പറിച്ചല്ല എടുക്കേണ്ടത്. പറിച്ചെടുക്കുമ്പോൾ അത് അൺറൂട്ട് ആവും കേട്ടോ. നമ്മുടെ ആവശ്യം അനുസരിച്ച് നീളത്തിന് ഓരോ പൂക്കളും കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഫ്ലവർ വേസിനകത്ത് വെക്കേണ്ട അനുസരിച്ചാണ് നമ്മളത് കട്ട് ചെയ്യേണ്ടത്. എനിക്കാണെങ്കിൽ എല്ലാ പൂക്കളും എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ പൂവിനും ഓരോ വിലയുണ്ട് ഗൈസ്. സൺഫ്ലവർ ആണെങ്കിൽ €1, ഡാലിയ ആണെങ്കിൽ 60 സെൻറ്റ്, ലില്ലി പൂ ആണെങ്കിൽ 50 സെൻറ്റ്, അങ്ങനെ പല പല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ സർപ്രൈസ് ആയ ഇവിടുത്തെ ഓണസ്റ്റിയും ഇൻറ്റിഗ്രിറ്റിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫ്ലവർ ഫാമിൽ ഫ്ലവേഴ്സ് പിക്ക് ചെയ്യാൻ വന്നത് കേട്ടോ. ഇവിടെ നമ്മൾ എത്ര ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ടോ, എത്ര പൈസയാണ് ഇല്ലെങ്കിൽ എത്ര കോയിൻസാണ് നമ്മൾ കോയിൻ ബോക്സിനകത്ത് ഇട്ടേന്നോ, ആരും നമ്മളെ ഇൻസ്പെക്ട് ചെയ്യാൻ ഇവിടെ ഇരിപ്പില്ല. എവറിത്തിങ് റൺസ് ഓൺ ഓണസ്റ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി. എനിവേസ്, ഞങ്ങളും കുറച്ച് പൂക്കളൊക്കെ എടുത്ത് ആ പൂക്കളുടെ വില അനുസരിച്ച് ഞങ്ങളും കോയിൻ ബോക്സിനകത്ത് കോയിൻ ഇട്ടു കേട്ടോ. നോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തിരിച്ച് കാശൊന്നും തരാനായിട്ട് അവിടെ ആരും ഇരിപ്പില്ല. എക്സ്ട്രാ നിങ്ങൾക്ക് ടിപ്പ് ഇടണമെങ്കിൽ ഇടാം. ബിക്കോസ് ഈ ഫാം ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഫാർമറിന് ഒരു മോട്ടിവേഷനായിട്ട് കുറച്ച് എക്സ്ട്രാ ടിപ്പ് ഇടുന്നതിന് നമുക്ക് ഒരു നഷ്ടവും വരാൻ പോണില്ല. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതായിരുന്നു ഫൈനൽ ലുക്ക്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന പൂക്കൾ ഞാൻ നന്നായിട്ടൊരു ഗോൾഡൻ വാസിനകത്ത് ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.